മഹത്തായ മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കങ്ങനെ ഇവരിപ്പോൾ ജ്യോതിർഘോഷൊക്കെ കൊണ്ടാടി കൊണ്ടു നടക്കുന്ന ഒരു മാധ്യമ ശൃംഖമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എനിക്ക് ഒരു മതിപ്പും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇന്ന് വരെ എനിക്ക് ഒരു മതിപ്പും തോന്നിയിട്ടില്ല. എന്തോന്നാണെന്ന് രാജഗോപാലാചാരിക്ക് ജാരഗോപാലാചാരി എന്നെഴുതുന്ന മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും? അല്ലേ? ചിരിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ ചിരിക്കുകയാണ്. ആ മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ്. ബാലാകലേശത്തിന് വാലാകലേശം എന്നെഴുതുന്ന ഒരു സാഹിത്യ നിരൂപകനെ കുറിച്ച് നിങ്ങൾ എന്തു പറയും? അത് ചെയ്ത ആളാണ്. ഇനി ഈ രാജഗോപാലാചാരി തിരുവിതാംകൂറിൽ പൊതുവിദ്യാലയങ്ങളിൽ ഇനി മുതൽ, ആ ഓർഡറിൻ്റെ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു തരാം, ഇനി മുതൽ തിരുവിതാംകൂറിൽ വിദ്യാലയങ്ങളിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരാൾക്ക് പ്രവേശനം നിഷേധിക്കരുത്. 1-ാം പാരഗ്രാഫ്. 2-ാം പാരഗ്രാഫ് എന്താണ്? ഇനി ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി മുകളിൽ നിന്ന് അനുവാദം അംഗീകരിക്കണം. ഈ ഉത്തരവ് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 എഡിറ്റോറിയൽ എഴുതി ഈ മാന്യൻ. എന്നിട്ട് പറഞ്ഞു, എത്രയോ കൊല്ലമായി ബുദ്ധി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സവർണനും എത്രയോ കൊല്ലമായി മണ്ണിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പുലയനും ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് കുതിരയെയും കഴുതയെയും ഒരു നുകത്തിൽ കുതിരയെയും പോത്തിനെയും ഒരു നുകത്തിൽ കെട്ടുന്നതിന് തുല്യം എന്ന്. ഇത്ര മാലിന്യം വമിക്കുന്ന ഒരു മലയാള ഉപമ ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടേയില്ല മലയാള ഭാഷയിൽ. ഇങ്ങനെയുള്ള ഒരാളാ മാന്യനെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് അയാളെ മാന്യൻ എന്ന് പറയാൻ കഴിയുക? അങ്ങേരാണത്രേ നവോത്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നത്. അങ്ങേരാണത്രേ നവോത്ഥാനം കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്. നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജാതി മതങ്ങൾക്ക് അതീതമായി ഒരു പൊതുസമൂഹം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. ജാതി സമൂഹങ്ങൾ മാറി ഒരു പൊതുസമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്ത് നടന്നത്. അത് ഉണ്ടാക്കിയത് കേരളത്തിലെ വിദ്യാലയങ്ങളാണ്. രാഷ്ട്രീയ കക്ഷികൾ രൂപീകരിക്കപ്പെട്ടപ്പോഴും ഒന്നുകിൽ ജാതി അല്ലെങ്കിൽ മതം അതിൻ്റെ സ്വാധീനത്തിൽ തന്നെയാണ്. 57 തെരഞ്ഞെടുപ്പ് വിപ്ലവത്തിൻ്റെ വിജയമാണെന്ന് പറയുന്നുണ്ട്. വിപ്ലവത്തിൻ്റെ വിജയമായിരുന്നോ? എങ്ങനെയാണ് വിപ്ലവത്തിൻ്റെ വിജയമാകുന്നത്? അതുവരെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായർ. ആ MN ഗോവിന്ദൻ നായർ ഒറ്റ രാക്ക് രാമാന മനപരിവർത്തനം വന്ന് കമ്മ്യൂണിസ്റ്റായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി. MN തന്നെ എഴുതിയിട്ടുണ്ട്, സ്ഥാനാർത്ഥികളെ സംഘടിപ്പിക്കാൻ അദ്ദേഹം പെട്ടപാട്. അവസാനം കരയോഗങ്ങളിലുണ്ടായിരുന്നവരെയൊക്കെ വിളിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കി. ജയിച്ചു. എന്താണ് കാരണം? 2 കാരണങ്ങൾ. തിരുവിതാംകൂറിൽ അന്ന് ശബരിമല പ്രക്ഷോഭമുണ്ട്. ശബരിമല തീവെപ്പ് കേസിനെ തുടർന്ന് ഉണ്ടാക്കിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടാതെ കോൺഗ്രസ് ഗവൺമെൻറ് പൂഴ്ത്തിവെച്ചിരുന്നു. EMS പറഞ്ഞ് ഞാൻ അധികാരത്തിൽ വന്നാൽ അത് പ്രസിദ്ധീകരിക്കുമെന്ന്. 2, മലബാറിൽ എന്നെങ്കിലും മതത്തിനതീതമായ രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടോ? എന്നെങ്കിലും പറയുന്നുണ്ടല്ലോ ഇത് കേരളമാണെന്നൊക്കെ. എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 1921 മാപ്പിള ലഹള എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നപ്പോഴാണ് ആദ്യമായി മുസ്ലിങ്ങൾ കോൺഗ്രസ്സിലേക്ക് കൂട്ടത്തോടെ ചേർന്നത്. KP കേശവമേനോൻ്റെ ആത്മകഥയിൽ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്.
കെ.പി. കേശവൻ ഹർഷോന്മാദത്തോടു കൂടിയാണ് പറയണത്. 18,000 പേര് കടപ്പുറത്ത് അണിനിരന്നു. മുസ്ലിം സഹോദരങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം എന്താണ് ഇത് കാളിക്കത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ്. മാപ്പിള ലഹള പരാജയപ്പെട്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? നേരെ കൂട്ടത്തോടെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോവുകയും മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നിട്ടാ പറയണ ഇവിടെ സെക്കുലറിസമാണ്, ഇവിടെ സെക്കുലറിസമാണ്. എന്താ സെക്കുലറിസം? വഴിയെ പോകുമ്പോൾ പെരുവഴികളിലെല്ലാം സെക്കുലറിസം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളിത് കാണണം. ഈ വസ്തുത അംഗീകരിക്കാനോ ഇങ്ങനെ ഒന്നുണ്ടെന്ന് പറയാനോ തയ്യാറായിട്ടുണ്ടോ? മാപ്പിള ലഹളയെ തള്ളിപ്പറഞ്ഞത്, മാപ്പിള ലഹളക്ക് മാപ്പിള ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്ത മഹാത്മാഗാന്ധി തന്നെയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവർ വലിയ ദുഃഖം അനുഭവിക്കുന്നു. അവർക്കുണ്ടായിരുന്ന സാമ്രാജ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കി 4 വീതിച്ച് ഓരോരുത്തരും എടുത്തു കഴിഞ്ഞപ്പോൾ ആ തുർക്കി ഭരിച്ചിരുന്ന സുൽത്താന് തുർക്കി തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. എന്നിട്ട് ഗാന്ധി പറഞ്ഞ്, ഈ സന്ദർഭത്തിൽ അവരെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ ചേരും എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയാണ് ഈ ഖിലാഫത്ത് എടുത്തത്. പക്ഷേ മാപ്പിള ലഹള കഴിഞ്ഞപ്പോൾ ഗാന്ധി എഴുതി, എന്താണ് ഈ സംഭവിക്കുന്നത്? ഒരു വിഭാഗം മുസൽമാന്മാർക്ക് ഭ്രാന്തെടുത്തിരിക്കുന്നു. അവരുടെ ഈ ഭ്രാന്തമായ ഈ പ്രവൃത്തിയെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾ അംഗീകരിക്കില്ല, അതിനെ അപലപിക്കും എന്ന് ഞാൻ കരുതട്ടെ. ഇന്ന് വരെ ഒരു മുസ്ലിം സംഘടനയും അപലപിച്ചിട്ടില്ല. ഇതെന്താ നമ്മൾ മൂടി വെക്കുന്നത്? ചരിത്രമല്ലേ? ഇതെന്താ നമ്മൾ മൂടി വെക്കുന്നത്? നമ്മൾ ഓരോരുത്തരെടുക്കുമ്പോൾ അതുപോലെ എന്താണ് മലബാറിലെ രാജാവ് സാമൂതിരി മഹാനാണെന്നാണ് സ്കൂളിൽ പഠിച്ചേക്കണം. നിങ്ങളും പഠിച്ചിട്ടുണ്ടല്ലേ? എന്തോ ഇവിടുന്ന് ഏതോ ഒരു സായിപ്പ് വെറ്റിലല്ല എന്താണ് കുരുമുളകിൻ്റെ കൊടി കൊണ്ടുപോയപ്പോൾ സാമൂതിരി രാജാവ് പറഞ്ഞു, കുരുമുളക് കൊടിയല്ലേ കൊണ്ടുപോകാൻ പറ്റൂ, തിരുവാതിര കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മഹത്താണ് എന്ന് പറഞ്ഞ് ഏതോ ഒരു വൃത്തികെട്ട ചരിത്രകാരൻ എഴുതി വെച്ചത് സ്കൂളിൽ ഞാനും പഠിച്ചിട്ടുണ്ട്, നിങ്ങളും പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചിട്ടുണ്ടാകണം. അന്ന് പാഠപുസ്തകം വരുന്നത്. ആദ്യമായി സ്റ്റേറ്റ് സ്പോൺസേഡ് കൺവേർഷന് ഉത്തരവിറക്കിയ ഹീനനാണ് സാമൂതിരി. അതെന്താ നിങ്ങൾ മൂടി വെക്കുന്നത്? മലബാറില് സാമൂതിരിയുടെ സാമ്രാജ്യത്തിന് കീഴിലുള്ള എല്ലാ ഹിന്ദു മുക്കുവ കുടുംബങ്ങളിൽ നിന്നും ജനിക്കുന്ന ആദ്യത്തെ പുരുഷനെ ഇസ്ലാമാക്കണമെന്ന് ഉത്തരവിറക്കി നിർബന്ധപൂർവം നടപ്പിലാക്കിയ ഹീനനാണ് ഈ സാമൂതിരി. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ കുട്ടികളെ പഠിപ്പിക്കുമോ? ഇല്ല. പത്രപ്രവർത്തനം നടത്തുമ്പോൾ ഇതുകൂടി ഒന്ന് എഴുതുമോ? അതുമില്ല. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് മഹത്തായ പത്രപ്രവർത്തന പാരമ്പര്യം ഇവിടെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്? ഇത് എഴുതണ്ടേ? വസ്തുതയല്ലേ? ഇയാൾക്ക് ആരധികാരം കൊടുത്തുന്ന് അതിന്? ഒരാൾ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറട്ടെ. ഇത് രാജാധികാരം ഉപയോഗിച്ചിട്ട് കൺവേർഷൻ നടത്തുക എന്ന് പറയുന്ന ഹീനമായ പ്രവൃത്തി തുടങ്ങി വച്ച സാമൂതിരി മഹാനായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഭാരതരത്നം കൊടുക്കുമോ എന്നെനിക്ക് സംശയവുമുണ്ട്. കാരണം ഇത്രയും മഹത്വം ചെയ്താണല്ലോ എന്ന് കരുതിയിട്ട്.